ഹായ് ഓൾ, വെൽക്കം. ഒരു എനർജി അപ്ഡേറ്റ് തരാനായിരുന്നു. ഇന്നലെ രാത്രി മുതലേ എനിക്ക് ഉറക്കം ശരിയാകുന്നില്ലായിരുന്നു. രാവിലെ മുതൽ ഇതുവരെയും ഒന്നും ആക്റ്റീവായിട്ടില്ല. ഭയങ്കര ക്ഷീണം, എന്തോ ഒരു മനസ്സിന് ഭാരം, വിഷമം, അങ്ങനെയൊക്കെ കുറേയധികം ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇന്നലെ വളരെ പോസിറ്റീവായിരുന്നു. പെട്ടെന്ന് ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ ഒരു പെയിൻ കൂടിക്കൂടി വരുവാണ്, ക്ഷീണം കൂടിക്കൂടി വരുവാണ്. അപ്പോൾ നിങ്ങൾ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിൽ കുറേയധികം ജീവൻ പൊലിഞ്ഞു. അപ്പോൾ അവരുടെ ആത്മാവിൻ്റെ പെയിനുണ്ട്, അവരുടെ റിലേറ്റീവ്സിൻ്റെ പെയിനുണ്ട്. ആ ഭാഗത്ത് അധിവസിച്ചിരുന്ന വ്യക്തികൾക്ക് അവരുടെ ഭയം, ആശങ്ക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പെയിനുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിക്ക് അതിലേറെ പെയിനുണ്ട്. അദ്ദേഹം അതെല്ലാം കണ്ട് ഭയന്ന് വീണ്ടും ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പെയിൻ, ഒരു നെഗറ്റീവ് എനർജി ചുറ്റിലും നിൽക്കുന്നുണ്ട്, സ്പ്രെഡാകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഏത് സ്റ്റേജിലാണോ ആ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ ഒന്ന് കാമായി, ഒന്ന് കൂളായി, ഒന്ന് പോസിറ്റീവായതിനു ശേഷം മാത്രം ഒന്ന് മെഡിറ്റേഷൻ ഇരിക്കുക. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇരിക്കുക, മെഡിറ്റേഷൻ ചെയ്തിട്ടൊന്ന് കിടക്കുക. അതല്ല ഇന്ന് രാത്രിയും ഒക്കെ ആയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് ചെയ്യാം. അവിടെ ജീവൻ പൊലിഞ്ഞ ആത്മാക്കൾക്ക് അവർക്ക് ഒരു പീസ്ഫുൾ എനർജി സെൻഡ് ചെയ്യുക. അവരുടെ റിലേറ്റീവ്സിന് ഒരു പീസ്ഫുൾ എനർജി സെൻഡ് ചെയ്യുക. ആ പ്രദേശത്തുള്ള വ്യക്തികൾക്ക് അവർക്കും ഒരു പീസ്ഫുൾ എനർജി സെൻഡ് ചെയ്യുക. ഇതിൽ നിന്നും റിക്കവറായി വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിനും ഒരു പീസ്ഫുൾ എനർജി സെൻഡ് ചെയ്യുക. പിന്നെ ആ സോൾസിൻ്റെ, ജീവൻ പൊലിഞ്ഞ സോൾസിൻ്റെ റിലേറ്റീവ്സിന് ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു അപകടം താണ്ടി വന്ന വ്യക്തിക്ക് അതെല്ലാം ആ ഒരു മനക്കരുത്ത്, മുന്നോട്ട് പോകാനുള്ള ഒരു മനക്കരുത്തും അദ്ദേഹത്തിന് നല്ല ശാരീരിക ആരോഗ്യവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ ഡിയേഴ്സ്, നമ്മളെല്ലാം ഒരു എനർജിയുടെ ബേസിസിൽ മുന്നോട്ട് പോകുന്നവരാണ്. നമ്മളിലുള്ള എനർജി നമ്മളെ ബാധിക്കും, അതുപോലെ തന്നെ ചുറ്റിനുമുള്ള എനർജീസും നമ്മളെ ബാധിക്കും. നിങ്ങളെ ഈ എനർജി ബാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 10 to 30 minutes എങ്കിലും നിങ്ങളൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഒരു ടൈം കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.